നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ടോപ്പ് സ്കോറേഴ്സ് ചാർട്ട് നോക്കുമ്പോൾ ഒരു 39കാരൻ ചെറുപ്പക്കാരെ നോക്കി വെല്ലുവിളിക്കുന്നു. എന്താണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ട് പറഞ്ഞ പോലെ ഹിസ്റ്ററിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വി ആർ വിറ്റ്നസിങ് ഹിസ്റ്ററി. ചരിത്രത്തിൽ ഇങ്ങനെ ഒന്ന് ഇതിനു മുമ്പുണ്ടോ എന്നതാണ് ചോദ്യം. 39 വയസ്സിലേക്ക് എത്തുമ്പോൾ ലിയോ മെസ്സിയുടെ വീര്യം കൂടിയിട്ടേയുള്ളൂ. ലോകോത്തര സ്ട്രൈക്കർമാർ, യുവ സ്ട്രൈക്കർമാർ ഏർലിംഗ് ഹാലൻഡും കിലിയൻ എംബാപ്പയും ശരിയാണ്, അവരുടേതാവും ഈ വേൾഡ് കപ്പ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? രണ്ടുപേരും വളരെ യങ്ങാണ്, പ്രൊളിഫിക്കാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിലും അതുപോലെ തന്നെ ക്ലബ് ഫുട്ബോളിലും ഒരുപോലെ ഗോളടിച്ച് തിമിർക്കുന്നവരാണ്. അവർ ഗുഡ് ഷേപ്പിൽ വേൾഡ് കപ്പിനെത്തുമ്പോൾ തീർച്ചയായിട്ടും ആരും പറഞ്ഞു പോകും ഈ വേൾഡ് കപ്പ് അവരുടേതാകുമെന്ന്. അങ്ങനെ അങ്ങ് പറയാൻ വരട്ടെ. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ തന്നെ മുന്നിൽ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ മെസ്സിയുടെ കളി. ഹാട്രിക്കും പിന്നൊരു ബ്രേസും. ഹാലൻഡ് ബ്രേസ്, അടുത്ത ബ്രേസ്. എംബാപ്പെ ബ്രേസ്, അടുത്ത ബ്രേസ്. എന്നിട്ടും ഒപ്പം എത്തുന്നില്ലല്ലോ. എന്തൊരു മനുഷ്യനാണ് ഇയാൾ. ചെറുപ്പക്കാർക്ക് പോലും ഒപ്പം പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പിച്ച് വിളിച്ചോ ഗോട്ടെന്ന്. ശബ്ദമിടറണ്ട, ഉറച്ച് തന്നെ വിളിച്ചോ. നമ്മളെ നോക്കുകയാണ് ഈ വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റ്. 5 ഗോളുകളുമായിട്ട് ഒന്നാം സ്ഥാനത്ത് ലിയോ മെസ്സി. ഏർലിംഗ് ഹാലൻഡാണ് രണ്ടാമത്. എംബാപ്പയും ഒപ്പമുണ്ട്, രണ്ടുപേരും രണ്ടാമതാണ്. 4 ഗോളുകൾ രണ്ടുപേരും നേടിയിട്ടുണ്ട്. 2 കളികളിൽ 2 വീതം പ്രൈസുകളാണ് അവർ നേടിയത്. മൂന്നാമത് ഡെനിസ് യുണ്ടാവാണ്. ജർമ്മനിയുടെ രക്ഷകനായിട്ട് അവതരിച്ച ഐവറി കോസ്റ്റിനെ മുക്കുമ്പോൾ 2 ഗോളുകൾ നേടി ഡെനിസ് യുണ്ടാവ്. ഒപ്പം തന്നെ ജൊനാഥൻ ഡേവിഡുമുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിലുമുണ്ട് 3 ഗോളുകൾ. ചുരുക്കത്തിൽ മെസ്സി ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്നു. ചെറുപ്പക്കാരുടെ നേർക്ക് നെഞ്ചു വിരിച്ച് നിന്നുകൊണ്ട് ഞാനിവിടെ ഉള്ളപ്പോൾ ഞാൻ മതി ഒന്നാമൻ എന്നങ്ങ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.